കാശില്ലാത്തോണ്ടല്ലേ അവർ ഞങ്ങൾ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് 500 രൂപ കാണാതെ പോയെന്ന് പറഞ്ഞ് കുടിച്ചിട്ട് വന്ന് ആ ഫാനിൽ കെട്ടി തൂക്കിയിട്ട് അടിച്ച്, എന്നിട്ട് അതുപോലെ തന്നെ താഴോട്ടിട്ട്. എന്ത് ക്രൂരതയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. നാല് കുട്ടികളുമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാ ചേച്ചി? 7 വർഷമായിട്ട് പണിക്ക് പോകുമ്പോ എന്റെ മൂത്ത മോനെ എന്നെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. മോൻ തന്നെ പറ എന്താ സംഭവിച്ചത്. കിച്ചൺ ഡ്യൂട്ടിന്ന് അങ്കളെ 500 കളഞ്ഞു. എന്റെ അങ്ങോട്ട് വെച്ചിട്ട് എന്നെ റൂമിന്റെ അകത്ത് കയറ്റി ഫാൻ ഹുക്കിന്റെ അകത്ത് കെട്ടി. എന്റെ കാല് ഫാൻ ഹുക്കിന്റെ അകത്ത് ഒരു കയറിട്ടിട്ട് ഇവനെ താഴെ കിടത്തിട്ട് ആ ടോമിനനുസരിച്ച് വലിച്ചു പൊക്കി. ലിജു തന്നെ അങ്കളെ അവന്റെ പുറത്ത് തൊടയിലും കാലിലൊക്കെ അടിച്ച്. അപ്പൊ അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ എടുത്തില്ലെന്ന്. എന്നിട്ട് അപ്പൊ അങ്ങള് എല്ലിയും സത്യം പറഞ്ഞ കൊല്ലുന്നു പറഞ്ഞു. പിന്നെ മറ്റേ ഞങ്ങളെ കയറി ഞങ്ങൾ വിട്ട്. അപ്പൊ താഴെ വന്ന് വീണ്. നിനക്ക് പൈസ ഇല്ലത്തില്ല, നിങ്ങളുടെ അമ്മ അച്ഛനും ഒന്നും മേടിച്ചു തരത്തില്ലല്ലോ എന്നൊക്കെ കളിയാക്കുന്ന കുട്ടികളോട് പറയും ഈ പാവങ്ങളെ കളിയാക്കില്ല. ഇവരുടെ അവസ്ഥ കൊണ്ട്, ഇവരുടെ വിഷമം കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. വീട് പണിയാൻ ഞാൻ 6 ലക്ഷം രൂപ കൊടുക്കുകയാണ്. 1 ലക്ഷം രൂപ ഇവർക്ക് ഫീസും നല്ല ഉടുപ്പുകൾ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചോണം. നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് പിടിക്കുക. ഇനി ആരും നിങ്ങളെ തല്ലാനും വരില്ല, ആരോട്ടും ഉപദ്രവിക്കാനും വരില്ല. ആരോട്ടും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഈ കുട്ടികൾ എൻ്റെ ജീവനാണ്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ ഓടിയെത്തിയെങ്കിൽ, ഇവർക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യാൻ അറിയാം.